ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാങ്കല്പിക വിപ്ലവ ഭൂമിയിൽ നിന്ന് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യത്തിലൂടെ വഴിമാറി നടക്കാൻ തീരുമാനിച്ച വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരളയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ അടുത്ത് അദ്ദേഹത്തിനെതിരെ ചില ഭീരുക്കൾ ആക്രമണം നടത്തി. പക്ഷേ അത്തരം ആക്രമണങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ തളർത്താൻ സാധിക്കില്ല എന്ന് ഉച്ചസ്ഥിരം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ മനസ്സ് തുറക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തെന്നിലാപുരം സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ മൊഹീദ്ദീൻ, വേദിയിലെ സമുന്നതരായ എൻ്റെ നേതാക്കന്മാര്, പ്രൗഢോജ്വലമാക്കിയ സദസ്യര്, അങ്ങനെ ഒടുവിൽ ഞാനിവിടെ എത്തി. എന്നെ എത്തിച്ചു. പ്രയാസപ്പെട്ട് കാണുന്നതിൻ്റെ സംഘാടകർ. ഞാൻ ഇന്നലെ ഏതാണ്ട് 1 മണി കഴിഞ്ഞു ഉറങ്ങാൻ, റസാക്കും ഞാനും. അപ്പം അതുപോലെ 4 മണിക്ക് എഴുന്നേറ്റു. അപ്പം ഹബീബ് പറഞ്ഞു കുറച്ചുകൂടെ ഉറങ്ങാൻ നല്ലതെന്ന്. ഉറക്കം വരുന്നില്ല. ഒരു 2:30 മണിക്ക് നമ്മുടെ ഫിറോസും ഷാഫിയും നേതൃത്വം നൽകുന്ന യുവജന സംഗമത്തിൽ പങ്കെടുത്തു. അപ്പോൾ 5 വയസ്സ് കുറഞ്ഞു കിട്ടി. എൻ്റെ വയസ്സിനെ കുറിച്ച് പലർക്കും പല ധാരണയാണ്. ജനത്തിൻ്റെ മനോവികാരത്തെക്കുറിച്ചോ വിചാരത്തെക്കുറിച്ചോ ഒരു ഭരണാധികാരികൾക്കും ജ്ഞാനമില്ല. ഇവിടെ അല്ല കേട്ടോ. അങ്ങനെ പലരും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിച്ച കണക്ക് ഓർമ്മ വന്നു. അപ്പം ശരാശരി നോക്കിയപ്പോൾ 50 വയസ്സിന് താഴെയാണ് ഞാൻ. അപ്പോഴും ചിരിച്ചു നിങ്ങൾ. ശരിക്കും ഈ ഖത്തർ ഗവൺമെൻറ്റാണ് എൻ്റെ വയസ്സ് ഓർമ്മപ്പെടുത്തിയത്. ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഇപ്പം ഈ ഓരോ പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ വയസ്സ് കുറയും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ വിദ്യ ഞാൻ യുവജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക്. ഇത്ര വലിയൊരു സദസ്സിൽ ഞാൻ രഹസ്യം പറയുന്നില്ല. പക്ഷേ അധ്യക്ഷന്റെ പ്രസംഗം കേട്ടില്ലേ? അതിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വയസ്സ് കൂടിക്കൊണ്ടിരിക്കുക. വൃദ്ധന്മാരാകുക പലരും, അകാല വൃദ്ധന്മാർ. ഏതോ സിനിമയിലൊരു പാട്ടാണ്, കാറ്റും ഒഴുക്കും കിഴക്കോട്ട്, കാവേരി വെള്ളം പടിഞ്ഞാട്ട്. ഏതാണ് നമ്മുടെ ഗതി? അതാ. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മുന്നോട്ടാണ്, നമ്മൾ പുറകോട്ടാണ്. ജീവിതം പുറകോട്ടാണ്. ഒരു ദിശാബോധം വേണം. വാസ്തവത്തിൽ കൾച്ചറൽ ഫോറത്തിൻ്റെ മാസ്റ്റർ ഓഫ് സെറമണിയും സ്വാഗത പ്രസംഗവും അധ്യക്ഷനും ഒക്കെ പറഞ്ഞ ഒരു ദിശാബോധം എനിക്ക് ബോധ്യമായി. എല്ലാ മതഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുന്നുണ്ട്, ദർശനമില്ലാത്തിടത്ത് മാനവരാശി നശിക്കും. നമുക്കൊരു ദർശനമാണ്. ആ ദർശനത്തിൽ ഈ പ്രപഞ്ചത്തെ പ്രേമിക്കാൻ, പ്രണയിക്കാൻ, സ്നേഹിക്കാൻ കഴിയണം. അതിന് മനസ്സുണ്ടാവണം. ഈ പ്രപഞ്ചം ഒരു നാഥന്റെ സൃഷ്ടിയുടെ ഭാഗമാണെങ്കിൽ എല്ലാ സൃഷ്ടിയും എല്ലാ പടപ്പും സമമല്ലേ? സമമായ പടപ്പിനെ സ്നേഹിക്കാൻ, പ്രണയിക്കാൻ, പ്രേമിക്കാൻ എന്താണ് തടസ്സം? ഒരു തടസ്സവുമില്ല. മനസ്സിന്റെ വികാസമാണ്. ആ വികാസം ഇന്ന് ഇന്ത്യയിൽ ഇല്ലാതെ പോവുക. ഇന്ത്യയുടെ പാരമ്പര്യം അതല്ല, ഭാരതത്തിന്റെ സംസ്കാരം അതല്ല. ഈ പ്രകൃതി സമ്മോഹനമാണ്, രമണീയമാണ്. രമണീയമായ സമ്മോഹനമായ ഈ പ്രകൃതിയുടെ സമുജ്വലമായ പ്രതിഭയാണ് ഭാവന. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ ഭാവന ചെയ്യൂ. അത്യുജ്വലമായ ഭാവന. ആ ഭാവനയുടെ പ്രതിഭയാണ് സംസ്കാരം, കൾച്ചർ.
അതിനൊരു ഭാഷയുണ്ട്. ആ ഭാഷയുടെ പേരാണ് ഇവിടെ അധ്യക്ഷൻ പ്രസംഗത്തിനിടയിൽ പറഞ്ഞ നീതിബോധം. കീപ് ലെഫ്റ്റ് എന്നല്ല, ഇവിടെ കീപ് ലെഫ്റ്റ് ഇല്ലല്ലോ, ഇവിടെ കീപ് റൈറ്റ് അല്ലേ ട്രാഫിക്. ആ നീതിബോധം എന്നത് സംസ്കാരത്തിന് ഉന്നത ഗോപുരമാണ്. ആ ഉത്തുംഗമായ ശൃംഗത്തിലേക്കാണ് വെൽഫെയർ പാർട്ടി ആപാലവൃദ്ധം ജനങ്ങളെ ആ സേതുമാജനം നയിക്കുന്നത്. അസാഹസികമോ മാനുഷികമോ സ്നേഹനിർഭരമായ യാത്രയിൽ അനുധാവനം ചെയ്യുന്നവരാണ് നിങ്ങൾ. അതൊരു ശക്തിയാണ്. ഇന്ന് കാണുന്നതും കേൾക്കുന്നതുമല്ല ഭാരതം, അല്ലാത്തൊരു ഭാരതമുണ്ട്. ആ ഭാരതത്തിന്റെ ഭാഷയിൽ എക്സ്ക്ലൂഷൻ എന്നൊരു വാക്കില്ല. പുറന്തള്ളുക, ബഹിഷ്കരിക്കുക, ആ വാക്കില്ല. അത് പുതിയ ചില കണ്ടുപിടുത്തങ്ങളാണ്. എല്ലാം സാംശീകരിക്കാൻ കഴിയുന്നതാണ് ഭാരതീയ സംസ്കാരം. ഞാനിതിലെ പുതിയ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ വായിക്കുകയും നിങ്ങളുടെ മക്കൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത എത്രയോ ഇതിഹാസങ്ങളുണ്ട് ഭാരതത്തിൽ. അതൊരു മതത്തിൻ്റെയുമല്ല. പുരാണങ്ങളുണ്ട്, അതും ഒരു മതത്തിൻ്റെയുമല്ല. ജന്മം കൊണ്ട് തമിഴാപുരൻ രാധാകൃഷ്ണൻ ഹിന്ദുവാണ്. ഹിന്ദുവായി ജനിച്ച എനിക്ക് ഹിന്ദുമതത്തിൽ എത്ര കിലോ അല്ലെങ്കിൽ എത്ര ഗ്രാം അവകാശമുണ്ടോ അതിൽ കൂടുതൽ 1 ഗ്രാം നരേന്ദ്രമോദിക്കില്ല, ഭഗവാനില്ല, ഈശ്വരനില്ല, മേൽശാന്തിക്കില്ല. അതാണ് ഹിന്ദുമതം, അതാണ് ഭാരതീയ ഹിന്ദുമതം. അല്ലാത്തതായി വ്യാഖ്യാനിക്കുന്ന മുഴുവൻ വിധ്വംസ ശക്തികളാണ്. അവരെ നിങ്ങൾ തിരിച്ചറിയണം. അവരെ പ്രതിരോധിക്കേണ്ടത് ആയുധം കൊണ്ടല്ല, സംഘടന കൊണ്ടല്ല. നമ്മുടെ കടന്നു വന്ന വഴിത്താരകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രാമനും അമ്പലം കെട്ടാനാണ് ഒരു ആരാധനാലയം പൊളിച്ചതിന്റെ കഥ നിങ്ങൾക്കറിയാം. ഞാനത് വിവരിക്കുന്നില്ല. ആ രാമനും രാവണനും ഞാനും നിങ്ങളും മനസ്സിലാക്കിയ ശത്രുഭാവത്തിലല്ല കഴിഞ്ഞത്. യുദ്ധം ചെയ്തവർ പരസ്പരം, അത് വേറെ യുദ്ധം, ശത്രുവല്ല. അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടിക്ക് ഇന്ത്യയിൽ ഒരു ശത്രുവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇവരെല്ലാം ഒരുമിച്ച് പോകേണ്ടവരാണ്. അതാണ് നമ്മുടെ ദർശനം, അതാണ് നമ്മുടെ കാഴ്ചപ്പാട്, അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു. ആ രാമൻ നിങ്ങൾ ചിലരെങ്കിലും ധരിച്ചതുപോലെ ദുർബലനല്ല രാവണൻ. രാമനെ പോലെ തന്നെ ശക്തനാണ് രാവണൻ. എല്ലാ ആയുധങ്ങളും പയറ്റി രാവണൻ വീണില്ല. ഒടുവിൽ ബ്രഹ്മാസ്ത്രമെടുത്ത് തൊടുത്തു. രാവണന്റെ മാറ് പിളർന്നു. രാവണൻ മോഹാലസ്യപ്പെട്ട് നിലംപരിച്ചു. രാമൻ മരിച്ചു. ഒരു പൗരോഹിത്യ ഭാഷയിൽ രാവണൻ മരിച്ചു എന്ന് പറഞ്ഞുകൂടാ. രാവണൻ അമൃതത്വം പോകി, അമൃതമാർഗം ഗമിച്ചു. ഈ സംഘട്ടനത്തിനിടയിൽ ഒരു സമ്മോഹനമായ മുഹൂർത്തം ഉണ്ടായിരുന്നു. അത് നമ്മുടെ അധ്യാപകരാരും പഠിപ്പിക്കുന്നില്ല വിദ്യാർത്ഥികളെ. രാവണൻ ആലസ്യം കൊണ്ടപ്പോ രാമൻ പറയുന്നുണ്ട്, ഹേ രാവണ, നീ വീട്ടിൽ പോയി വിശ്രമിച്ച് പുതിയ വല്ല ആയുധങ്ങളും എടുത്തുവാ, ഞാനിവിടെ കാത്തു നിൽക്കാം. അതാണ് ആ യുദ്ധത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാമനും ശത്രുഭാവത്തിലായിരുന്നില്ല എന്ന്. രാമന്റെ അസ്ത്രമേറ്റ് രാവണൻ വീണ് പിടഞ്ഞപ്പോൾ രാമന്റെ ദയനീയമായൊരു വിളിയുണ്ട്, ഹേ ലക്ഷ്മണ. രാമന്റെ സഹോദരനാണ് ലക്ഷ്മണൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വീണ് കിടക്കുന്ന ആരെന്നറിയാമോ? പൗലസ്ത്യനാണ്, അറിവിന്റെ പാരംഗതനാണ്. ആ മഹാമുനിയുടെ സ്വാരസ്യമേറ്റ് നടക്കുന്ന ആ രാവണന്റെ പാതാരബിന്ദങ്ങളിൽ പോയി പ്രണമിക്കൂ ലക്ഷ്മണ, അല്ലെങ്കിൽ ഈ ഭൂമി ഇരുട്ടിലാവും. അന്നാണ് പഞ്ചമമ്പാടുന്ന കുയിലുകൾ പാടിയത്. ആ കുയിൽനാദം കേട്ടാണ് നമ്മുടെ നാട്ടിലെ മയിലുകൾ ആടിയത്.
സപ്തസ്വരങ്ങൾ ഉയർന്നത്, സപ്തസാഗരങ്ങൾ ഗർജിച്ചത്, സപ്തർഷികൾ രാമനാമം ജപിച്ചത്. ആ മയിലാടിയപ്പോഴാണ് അതിന് 7 നിറമുള്ള പീലി ഉണ്ടായത്. ഇന്ത്യയുടെ സംസ്കാരത്തിന് 7 നിറമാണ്, ഏക നിറമല്ല, 7 നിറമാണ്. അതാണ് അത് ഔദ്യോഗികമായി ഭരണഘടനയിൽ എഴുതി പിടിപ്പിച്ചതല്ല ഞാൻ പറയുന്നത്. ചിരപുരാതന കാലം ചിതലെന്ന് പോകാത്ത ഭാരതീയ സംസ്കാരത്തിന് 7 നിറമാണ്, ഏക നിറമല്ല. ഏക നിറമാക്കാൻ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സമ്മതിക്കില്ല. അതാണ് ഭാരതീയ സംസ്കാരം. ആ സംസ്കാരത്തിന്റെ ധവളിമയിലാണ് ഇന്ന് കാളകൂട വിഷം വമിക്കുന്നത്. തടഞ്ഞേ പറ്റൂ, അത് തടുത്തേ പറ്റൂ. ഇതാണ് സംസ്കാരം എന്നവരെ പഠിപ്പിച്ചേ പറ്റൂ. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഭാരതത്തിൽ എന്ത് ക്രൂരമാണ് ഭഗവത്ഗീത. അത് സ്കൂളിൽ പഠിപ്പിക്കണമെന്നൊരു ഭ്രാന്തൻ മന്ത്രി പറയുന്നു. പഠിപ്പിച്ചോട്ടെ, എതിരല്ല. പക്ഷെ അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? ആ ഗീത വായിച്ചിട്ടാണ് ഗാന്ധിജി ഈ സമരം നടത്തിയത് എന്ന് ചരിത്രം പറയുന്നു. ആ ഗീത വായിച്ചിട്ടാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് ഗോഡ്സെ എന്നും ചരിത്രം പറയുന്നു. അപ്പൊ ഈ ഗീത എന്താണ്? എന്തിനു പറ്റും ഈ ഗീത? അറിയണ്ടേ, അന്വേഷിക്കണ്ടേ? ഇതിലേതാണ് പഠിക്കേണ്ടത്? ഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ ഗീതയാണോ പഠിക്കേണ്ടത്? സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിയുടെ ഗീതയാണോ പഠിക്കേണ്ടത്? ഈ വൈരുദ്ധ്യം എന്തുകൊണ്ട്? അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പടപ്പെല്ലാം ഒരു നാഥന്റെ കീഴിലാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ചുകൂടാ? ആ സ്നേഹമാണ് അഹിംസയാക്കി ശ്രീ ബുദ്ധൻ മാറ്റിയത്. ആ ബുദ്ധന്റെ മുദ്രാവാക്യമാണ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിച്ചത്. അഹിംസ എന്നതിൻ്റെ അർത്ഥം ആടിനെ കൊല്ലരുതെന്നല്ല, സ്നേഹിക്കുക എന്നാണ്. സ്നേഹിക്കുക എന്നാണ്, പ്രേമിക്കുക എന്നാണ്, പ്രണയിക്കുക എന്നാണ്. ഭാഷയ്ക്കും അർത്ഥത്തിനും വലിയ വ്യത്യാസമല്ലേ ഇപ്പോൾ? നമ്മളെ അനുകൂലിക്കുന്ന ചില പത്രങ്ങൾ വരെ എഴുതുന്നുണ്ട് മോഡി തരംഗം. അങ്ങനെ തരംഗമുണ്ടോ? ഇന്ത്യയിൽ അങ്ങനെ തരംഗം ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചു. അതിന് അവസരം കിട്ടിയപ്പോൾ അവൻ വോട്ട് ചെയ്ത് പകരം വീട്ടി, കോൺഗ്രസിനെ കൈവിട്ടു. മോഡി നയിക്കുന്ന BJPക്ക് അനുകൂലമായ ഒരു തരംഗവും ഇന്ത്യയിൽ 2014 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആരും അങ്ങനെ പറയരുത്, ചിന്തിക്കരുത്. ഞാൻ യൂത്ത് ഫോറം കമ്മിറ്റിയിൽ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുക. 2014 സമ്മതിദായക പട്ടികയനുസരിച്ച് ഇന്ത്യയിൽ വോട്ടിന് അർഹതയുള്ളവരുടെ എണ്ണം 74 കോടിയാണ്. 74 കോടി വോട്ടർമാരുള്ള ഭാരതത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് 54 കോടിയാണ്. 20 കോടി വോട്ടർമാർ ചെയ്തില്ല വോട്ട്. എന്താ കാരണം? മത്സരിക്കുന്നവരാരെയും അവർക്ക് തൃപ്തമല്ല എന്നർത്ഥമല്ലേ? 54 കോടി വോട്ടിൽ 12 കോടി വോട്ടാണ് മോഡിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ BJP കിട്ടിയത്. എവിടെയാണ് തരംഗം? 42 കോടി വോട്ടും മോഡിക്കെതിരല്ലേ? 74 54 നമ്മുടെ ഡിഫറൻസ്, ഈ വ്യത്യാസം 20 കോടിയില്ലേ? അതും എതിരല്ലേ? പിന്നെ എവിടെയാ തരംഗം? 6000 കോടി ചെലവഴിച്ച അദാനി എന്നൊരു ഗംഭീര മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് അവൻ 4-5 കൊല്ലമായി ഈ മോദിയെ പൊക്കിക്കൊണ്ടുവരുന്നു. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ല? ശ്രദ്ധിച്ചു. വെൽഫെയർ പാർട്ടിയുടെ സ്ഥാപകൻ. മൂപ്പത്താത്ത മുതുകല്ലാണ് ഈ പാർട്ടിയുടെ. നിങ്ങൾ അറിയണം, 3 വയസ്സ് അല്ലെങ്കിൽ 3.5 വയസ്സ്. ഈ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നതിന് മുൻപ് അവർക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നു. ഈ ജനാധിപത്യം അപകടത്തിലേക്കാണ്, തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത്. അതറിയേണ്ട, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അറിയേണ്ട ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സൗകര്യപൂർവ്വം ബോധപൂർവം മറന്നു. ആ മറവിയുണ്ടാക്കുന്ന അപകടത്തെ ദീർഘദൃഷ്ടിയോടുകൂടി കണ്ടവരാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് ജന്മം നൽകിയത്. നാൽപ്പത് കൊല്ലക്കാലം പാലക്കാടും കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവനാണ് ഞാൻ. 1-2 അല്ല. രാത്രി എന്താണ് ഭക്ഷണം വേണ്ടതെന്ന് റാഫി ചോദിച്ചു, സുരയോ ആരും ചോദിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞു ഇഡ്ഡലി മതിയെന്ന്.
മറ്റൊന്നും കൂടെ പറഞ്ഞു ഞാൻ, 3 നേരം എനിക്ക് ഇഡ്ഡലിയാണ് ഇഷ്ടമാണ്. അതിൻ്റെ സ്വാദ് കണ്ടല്ല അതേ അന്ന് കിട്ടിയിരുന്നുള്ളൂ. രാവിലെ ഉണ്ടാക്കി വെച്ച ഇഡ്ഡലി പല ചായക്കടകളിലും ബാക്കി വരും, ഉച്ചയ്ക്കും കഴിക്കും, അത് രാത്രി ബാക്കി വരും, അത് കഴിക്കും. അങ്ങനെ പണിയെടുത്തതാണ്. അത് ഈ രാജ്യത്ത് മതനിരപേക്ഷത എന്ന സ്നേഹം നിലനിർത്താനായിരുന്നു. അതാണ് ഞാൻ ഈ ആലങ്കാരികമായി പറഞ്ഞത്. 7 നിറമാണ്. അതാണ് മഴവില്ലിൻ്റെ നിറം. 7 സ്വരമാണ്. അതാണ് സപ്തസ്വരം. 7 കടലാണ്, 7 ഋഷിയാണ്, 7 പർവ്വതങ്ങളാണ്, 7 ധാതുശക്തി ചേർന്നതാണ് ഒരു മനുഷ്യൻ. അവിടെ ഏകനിറമായി കൂടാ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ജനാധിപത്യം എന്നതും അതുപോലുള്ളതാണ്. അതല്ലേ ഈ രാമായണ കഥയിലൂടെ അറിയുന്നത്. ഗീത പറഞ്ഞ എന്താണ്? ഇന്ന വഴിയെ പോകണമെന്ന് പറഞ്ഞില്ല, കുറെ വഴികൾ പറഞ്ഞു കൊടുത്തു. സൗകര്യം പോലെ ചെയ്യൂ നീ അർജുന, നിന്റെ അറിവിനനുസരിച്ച് ചെയ്യും. അവിടെയും ജനാധിപത്യവും പ്രതിപക്ഷ മര്യാദയുമുണ്ട്. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷ തീരുമാനമല്ല, അതൊരു അഡ്ജസ്റ്റ്മെന്റ്. ജനാധിപത്യം സമ്പൂർണമാകുന്നത്, സമഗ്രമാകുന്നത് വ്യത്യസ്ത അഭിപ്രായം പറയാനുള്ള അവസരവും അവകാശവും അംഗീകരിക്കുമ്പോഴാണ്. അപ്പോഴേ ജനാധിപത്യം പൂർണ്ണം. അതില്ല ഇന്ന്. ഭൂരിപക്ഷം കിട്ടിയ BJP-യിലല്ലോ. നരേന്ദ്രമോദി തികച്ചും ഏകാധിപതിയായിട്ടാണ് പോകുന്നത് എന്ന് സ്വാതന്ത്ര്യത്തിന്റെ തലമുറയിലൂടെ വളർന്നു വന്ന കുൽദീപ് നയ്യാരാണ് പറഞ്ഞത്. രാഷ്ട്രീയക്കാരനല്ല, ഏകാധിപതിയാണ്. ഓരോ ഹിന്ദുവും 10 കുട്ടികളെ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഹിന്ദുവായി ജനിച്ചവനൊക്കെ BJP വോട്ട് ചെയ്യുന്നതാണ് BJP-യുടെ ധാരണ. അങ്ങനെ നിങ്ങളാരെങ്കിലും ധരിക്കുന്നുണ്ടോ ഈ ബൗട്ട്യം? ഒരിക്കലുമില്ല. അതിനാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. ഹിന്ദുവായി ജനിച്ചാൽ BJP വോട്ട് ചെയ്യുമെന്ന് യാതൊരു തിട്ടവുമില്ല. 2010 മാത്രം ഈ ഇന്ത്യയിൽ 17 ലക്ഷം ഉമ്മ പെറ്റ മക്കൾ മരിച്ചു. ഞാൻ സാധാരണ പിടഞ്ഞു മരിച്ചു എന്നാ പറയാറുള്ളത്. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ കേട്ടിട്ട് പറഞ്ഞു, സാർ ആഹാരമില്ലാതെ എങ്ങനെയാ പിടയുക? 5 വയസ്സായ കുട്ടികളാണ് 2010 17 ലക്ഷം മരിച്ചത്. 5 ലക്ഷം 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അവർ പിടയുമോ? ബലൂണിന്റെ കാറ്റ് പോകുമ്പോൾ ബലൂൺ ചാടില്ലല്ലോ, കാറ്റ് പോണ പോലെ കുട്ടികൾ പോയി. അതിൽ 9 ലക്ഷവും 30 ദിവസം തികയാത്ത കുട്ടികളാണ്. ഒരു ഉണ്ണിക്കാരുണ്ടാവാൻ, ഒരു മകനോ മകളോ ഉണ്ടാവാൻ എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും നമ്മുടെ നാട്ടിൽ ഏതെല്ലാം ആരാധനാലയങ്ങൾ കുമ്പിടുന്നു. അങ്ങനെ ഉണ്ടാവുന്നൊരു ഉണ്ണി 30 ദിവസം തികയാതെ 9 ലക്ഷം ഈ ഇന്ത്യയിൽ മരിച്ചു. എന്നിട്ടാണ് BJP പറഞ്ഞത് 10 കുട്ടികളെ പന്നികളെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കണമെന്ന്. ബോഷ്കല്ലേ, മൗഢ്യമല്ലേ, പുച്ഛമല്ലേ? ജനതയോട് പാവപ്പെട്ടവരുടെ സ്നേഹമുണ്ടോ? ഞാൻ 3-4 കൊല്ലം ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഇന്നത്തെ പത്രത്തിലാണ് ഞാൻ വായിച്ചത്, ചില കോളനികൾ അംഗീകരിച്ചു. ഡൽഹിയിൽ 70% പേർക്കും കുടിവെള്ളമില്ല. അറിയാമോ നിങ്ങൾക്ക്? 70% പേർക്ക് കുടിവെള്ളമില്ല. UNO-ന്റെ കണക്കനുസരിച്ച് 7 ലക്ഷം ഉമ്മ പെറ്റ മക്കൾ മരിച്ചത് ശുദ്ധജലം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ജലത്തിൽ നിന്ന് ജലജന്യമായ പകർച്ചവ്യാധി മൂലമാണ്. കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് മീൻസ് ഗവൺമെന്റിന് ഇല്ല. സ്വച്ഛ് ഭാരത് എങ്ങനെയാണ് നടക്കുന്നത്? മേക്ക് ഇൻ ഇന്ത്യ. അദ്ദേഹത്തിന്റെ വില എനിക്ക് നിശ്ചയമില്ല. ഞാൻ അങ്ങനെ പത്രങ്ങളിൽ പറഞ്ഞതൊന്നും ഞാൻ ഏറ്റു പറയുന്നവനല്ല. പക്ഷെ ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് ശരാശരി ഒരു നേരമെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാൻ, ഒരു പുതിയ വസ്ത്രം വാങ്ങി കൊടുക്കാൻ കഴിയാത്ത എത്രയോ എണ്ണം ഈ ഇന്ത്യയിലുണ്ട്. ആ നാട്ടിൽ 1000-ഓ 10,000-ഓ ലക്ഷമോ വിലപിടിപ്പുള്ള സ്വന്തം പേര് തുന്നിയ ഒരു ഷർട്ട്, ഒരു കുപ്പായം ഇട്ട് നടക്കുന്നത് ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ചതാണോ? തെന്തിലാപുരം എന്ന് ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞു. മംഗലാപുരം പോലെ, തിരുവനന്തപുരം പോലെ ഘനഗംഭീരമാർന്നൊരു പട്ടണമല്ല, ഒരു പട്ടിക്കാടാണ്. തെന്തിലാപുരത്തെ വേലായുധനാണ് ആദ്യമായിട്ട് പച്ച കുത്തിയത് കയ്യിൽ. പച്ച കുത്തുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക്.
ഞാനപ്പോൾ ചോദിച്ചു, എന്തിനാ വേലായുധ പച്ച കുത്തുന്നതെന്ന്. അപ്പൊ വേലായുധന്റെ കെട്ടികൾ അമ്മണി പറഞ്ഞു, ഉണ്ണി അയാൾ കുടിച്ചിട്ട് എവിടെയെങ്കിലും കിടക്കില്ല, ആൾക്കാർക്ക് അറിയാനാണ്. നരേന്ദ്രമോദി കുടിക്കുന്ന എനിക്കറിയില്ല, ആണെങ്കിൽ ഈ സത്യല പേര് ഒരു പ്രധാനമന്ത്രിയല്ലേ. റിപ്പബ്ലിക് ദിനം കഴിഞ്ഞതിന്റെ 3-ാമത്തെ ദിവസം രാജ്ഘട്ടിൽ പോയി കുമ്പിട്ടില്ലേ മഹാത്മാഗാന്ധിയുടെ ശവകുടീരത്തിൽ. എന്നെ പോലെ നിങ്ങളെ പോലെ ഒരു വലിയ മുണ്ട് കൊടുക്കാൻ കഴിവില്ലാത്തവനാണോ ഗാന്ധി? ഗാന്ധിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, ഭവനത്തിൽ, ഗുജറാത്തിൽ. വലിയ പ്രമാണിയായിരുന്നു അദ്ദേഹം. മദീനയിലെ ഒരു ഗ്രാമീണ സ്ത്രീ വൈഗൈ നദിയിൽ കുളിക്കുമ്പോൾ ഉടുത്ത മുണ്ടിന്റെ ഒരു തല ചുറ്റി മറ്റേ തല തിരുമ്പുന്നത് കണ്ടപ്പോൾ ഗാന്ധിക്ക് തോന്നി, ആ സഹതാപത്തിലാണ് അദ്ദേഹം ഉടുത്ത മുണ്ടാ ഒഴുക്കി വിട്ടത് ആ സ്ത്രീ കൊടുക്കാൻ. അതാണ് ഗാന്ധി. ഗാന്ധി ദർശനങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷേ മഹാത്മാഗാന്ധി എന്ന വ്യക്തിത്വം, മാനവൻ എന്ന മലയാളത്തിന്റെ പ്രയോഗമുണ്ട്. അതിന്റെ അർത്ഥം ശബ്ദധാരയിൽ എടുത്തു നോക്കൂ. അങ്ങനെ മാനവൻ എന്ന് വിളിക്കാൻ ഇന്ത്യയിൽ അർഹതപ്പെട്ട ഏക വ്യക്തിയേ ഉള്ളൂ, അത് മഹാത്മാഗാന്ധി മാത്രമാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഗാന്ധിജിയുടെ നാട്ടിൽ ഒരു ഉടുത്ത തുണിക്ക് പകരം മറ്റൊരു തുണി വാങ്ങാൻ ശ്രമിച്ചാൽ തുണി വാങ്ങാൻ കേൾപ്പില്ലാത്ത ഇന്ത്യയിൽ ആണ് ഒരു പ്രധാനമന്ത്രി ഈ ദൂർത്ത് കാണിച്ചത്. ധിക്കാരമല്ലേ അദ്ദേഹത്തിന്റെ ദൂർത്ത് മാത്രമാണ്. കേരളത്തിൽ നിങ്ങളും ഞാനും പെറ്റുവളർന്ന കേരളത്തിൽ 12 ലക്ഷം പേർക്ക് കയറി കിടക്കാൻ വീടില്ല. ഇനി വീട് എന്ന് പറയുന്ന പലതും എന്താണ്? താറ നിറച്ച വീപ്പ തല്ലിപ്പരത്തി ചാളയാക്കി കെട്ടിയത്, അതല്ലേ പലരുടെയും വീട്. എന്നിട്ട് എന്റെയും നിങ്ങളുടെയും മക്കൾ സ്കൂളിൽ ഞാനും പഠിച്ചു, നിങ്ങളും പഠിച്ചു. ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരന്മാരാണ്. ആണോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും സഹോദരന്മാരാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നാൻ ഈ ഭരണകൂടത്തിന് പ്രാപ്തമാക്കിയിട്ടുണ്ടോ? ഇല്ല. കാപട്യമാണ് ഇവിടെ മുഴുവൻ. കളവിന്റെ കസവരേഖയായി മാറി രാഷ്ട്രീയ പാർട്ടികൾ. ആ ദുരന്തത്തിലാണ് വെൽഫെയർ പാർട്ടി വരാനിരിക്കുന്ന മേടമാസത്തിലെ കണിക്കൊന്ന പൂത്തതുപോലെ പൂത്തു വന്നത്. ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പ്രകൃതി നൽകിയതാ. അതാ ഞാൻ പറഞ്ഞു, പ്രകൃതി എത്ര സമ്മോഹനമാണെന്ന്. അതാണ് ഇന്ത്യ. ഇന്ത്യയിൽ സ്വത്തില്ലാത്തതോ സമ്പത്തില്ലാത്തതാണോ? ആകെ കടലിൽ പവിഴ പുറ്റുകളുണ്ട്. പല നേതാക്കന്മാരുടെയും തലപോലെയായി നമ്മുടെ മലയെങ്കിലും ഇപ്പോഴും എത്രയോ ഖനീഭൂതമായ വന വിഭവങ്ങളുണ്ട്. നാഗപ്പൂരിനപ്പുറമുള്ള ഈ ഗോണ്ട് വനഭൂമിയിൽ ഖനിജ സമ്പത്തുകളുണ്ട്. ഒരു രാജ്യം സമ്പന്നമാണ് എന്ന് നിർണയിക്കുന്നത് ബസ്സോ കാറോ ഭൂമിയാണോ? മാൻ പവറാണ്. ചൈന കഴിഞ്ഞാൽ ഇന്ത്യ 2-ാം സ്ഥാനത്താണ്. വേണ്ടുവോളമില്ലേ മാൻ പവർ? ഇന്ത്യയിൽ 70% ചെറുപ്പക്കാരാണ്. അറിയാമോ നമുക്ക്? ഇന്ത്യൻ ജനസംഖ്യയിൽ 70% 30 വയസ്സിന് താഴെയുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഫിറോസിനോടും ഷാഫിയോടും പറഞ്ഞത്, യൂത്ത് ഫോറം കമ്മിറ്റി കൂടുമ്പോൾ യൂത്ത് എന്ന വാക്കിൽ സ്ത്രീകളും പെടുന്നു. അവർക്കത് ബോധ്യമല്ല. ഇപ്പൊ ബോധ്യമാണ്. ഷാഫിന്റെ ഇവിടെ നിങ്ങളുടെ വിഭാഗം അവിടെ കണ്ടില്ല. നിങ്ങളും കൂടെ ചേർന്നാലേ പൂർണ്ണമാവും. ഞാൻ പറഞ്ഞു, അത് രാഷ്ട്രീയമല്ല ഞാൻ അവരോട് പറഞ്ഞത്. സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് കുറച്ചുകൂടെ മോൾഡ് ചെയ്ത വർത്തമാനം പറയും. ഭാഷയ്ക്ക് അടക്കവും ഒതുക്കവും വരും. മനസ്സിനെ നിയന്ത്രിക്കാൻ വരുന്നില്ല. അതൊരു ഭാഗമാണ് ഉള്ളൂ. സ്ത്രീ അത് അമ്മയാണ്, സഹോദരിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, എന്താണ് നമ്മുടെ എന്താണ് സോളാറിന്റെ പേര്? എനിക്കൊക്കെ ഓർമ്മ വയ്ക്കണ്ടല്ലോ. ഞാൻ പരസ്യമായിട്ട് റസാക്കുള്ളപ്പോഴും നമ്മുടെ പാർട്ടി പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഞാൻ പറയും, ഞാൻ സരിതയെ പ്രേമിക്കുന്നു. അപ്പൊ നിങ്ങൾ ചിരിച്ചു. എന്താണ് ഈ പ്രേമം എത്ര അപകടമുള്ളതാണ്? പ്രേമിക്കുന്നു, പ്രണയിക്കുന്നു, സ്നേഹിക്കുന്നു. കാരണം 2 കുട്ടിയുടെ അമ്മയാണ് അവര് കളവ് ചെയ്തെങ്കിൽ ഞാനും നിങ്ങളും ഉത്തരവാദിയാണ്. ആ കുട്ടികളെ കഴുത്ത് ചരിച്ച് കൊന്നില്ലല്ലോ, ഓവിയാലിട്ടില്ലല്ലോ, കക്കൂസിൽ നിക്ഷേപിച്ചില്ലല്ലോ, വെള്ളത്തിൽ മുക്കി കൊന്നില്ലല്ലോ, വിഷം കൊടുത്ത് കൊന്നില്ലല്ലോ, വളർത്തിയില്ലേ, പ്രസവിച്ചില്ലേ? ആരോ കൊടുത്തതാവട്ടെ. ഒരു പുരുഷൻ കൊടുക്കാതെ കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. ദൈവം കൂടെ സഹായിച്ചു. ആ കുട്ടികൾ വളരണ്ടേ?
അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാനും പഠിച്ചതല്ലേ, ഭാരതീയരെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന്. ആ സഹോദരിയെ പ്രേമിക്കണ്ടേ? തെറ്റാണ്. ഈ വ്യവസ്ഥിതി അവളെ ഈ വിധത്തിലാക്കി. ആ വ്യവസ്ഥിതിയാണ് നിങ്ങൾ ശത്രുവായി കാണേണ്ടത്, അല്ലാതെ എന്താണ് സരിതയല്ല. ആ വ്യവസ്ഥിതിയാണ് ഇത് എത്ര കാലമായി തുടരുന്നു. അതുകൊണ്ടാണ് സബലമേ യാത്ര എന്ന കവിത എഴുതിയ കക്കാട് പറഞ്ഞു, എങ്ങനെ നിങ്ങളുടെ തുടുത്ത കണ്ണുകൾ നീലിച്ചുപോയി എന്ന്. എന്നോടാ ചോദിച്ചത്. എന്നോട് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരോട്. പണ്ട് 1977 കക്കാട് കോഴിക്കോട് ആകാശ നിലയത്തിൽ ജോലിക്കാരനായിരുന്നു. എങ്ങനെ ഈ തുടുത്ത കണ്ണുകൾ നീലിച്ചുപോയി. നീലചിത്രങ്ങളുടെ നീല നിറത്തിന്റെയും അർത്ഥം ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് നീലിച്ചുപോയി. ഇടതുപക്ഷം നമുക്ക് വിഷമാണത്. ഇടതുപക്ഷം ക്ഷീണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരുടെ ദിശ തെറ്റി. മാർക്സ് പാർട്ടിയിൽ ഇങ്ങോട്ട് ന്യായങ്ങളാണ് പറയുന്നത്. ന്യായശാസ്ത്രത്തിന്റെ സ്ഥാപകൻ ഗൗതമമുനി പണ്ട് പറഞ്ഞു, എല്ലാ കൊമ്പുള്ള മൃഗത്തിനും വാലുണ്ട്. സത്യം നോക്കൂരിക്കോളൂ, എല്ലാ കൊമ്പുള്ള മൃഗത്തിനും വാലുണ്ട്. EMS തിരുത്തി, എല്ലാ വാലുള്ള മൃഗത്തിനും കൊമ്പുണ്ട്. അപ്പൊ കുതിരയ്ക്ക് കൊമ്പുണ്ടോ? കുതിരയ്ക്ക് വാലില്ലേ? അങ്ങനെ ന്യായശാസ്ത്രത്തെ തിരുത്തിയതാ. ആ വഴി തെറ്റിപ്പോയി. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സംഭവങ്ങളെ കണ്ടില്ല. 40 കൊല്ലം ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി ഭരിച്ചു കേരളം. റവന്യൂ വകുപ്പും വനം വകുപ്പും കൈവശം വെച്ചു 30,000 ഏക്കർ ഭൂമി. 47 ആഗസ്റ്റ് 16 സെല്യൂട്ട് അടിച്ച് സ്ഥലം വിടേണ്ടവൻ ഈ കാലം അത്രയും വെച്ച് അനുഭവിച്ചു. ഒരുത്തനും വേണ്ടിയില്ല, ഒരുത്തനും അനങ്ങിയില്ല. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരാണ് ഹാരിസിന്റെ ഭൂമിയിൽ ആദ്യമായി കൊണ്ട് കൊടിനാട്ടിയത്. ഇന്ന് വ്യാജരേഖകളാണ് എന്ന് കോടതിയിൽ തെളിയിച്ച രാജമാണിക്യമെന്ന IAS അന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷെ യൂത്ത് ഫോറത്തിന്റെ യോഗത്തിൽ പങ്കെടുത്ത തെന്നലാപുരം രാധാകൃഷ്ണൻ 5 വയസ്സ് കുറഞ്ഞു കിട്ടിയതുപോലെ വെൽഫെയർ പാർട്ടി ഹാരിസൺ ഭൂമിയിൽ കൊടികുത്തിയപ്പോൾ രാജമാണിക്യത്തിന് നട്ടലുണ്ടായി. രാജമാണിക്യം തെളിയിക്കാൻ തുടങ്ങി. അപ്പൊ ഭൂമി പോയി. ഇപ്പൊ ഭൂമി പിടിച്ചെടുത്തു. നമ്മളെ സമരം ചെയ്തത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയമുണ്ട്. ഞങ്ങൾക്കൊക്കെ നിശ്ചയിച്ചതാണ്. ഞാൻ പലപ്പോഴും ഈ നിശ്ചയിച്ചതിനെ ലംഘിക്കുന്നൊരുത്തനാണ്. ശീലിച്ചു പോയതാണ് കമ്മ്യൂണിസ്റ്റായിട്ട്. എതിരെ എതിർക്കുകയല്ലേ, അങ്ങനെ എതിർത്ത് ശീലിച്ചുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ ഹാങ് ഓവർ ഇപ്പോഴും ഉണ്ട് ഷാഫി. ആ ഹാങ് ഓവറിൽ കിട്ടുപോയി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷതയും ജനാധിപത്യവും അപകടത്തിലാണ്. 28 മുതൽ 29, 30 വരെയുള്ള ഭരണഘടനയുടെ അധ്യായത്തിൽ സോഷ്യലിസത്തെ കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും റിപ്പബ്ലിക്കിനെ കുറിച്ചും അതിലെടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രിയാമ്പിളിൽ ചേർത്തിയത്, വെറുതെ ചേർത്തിയത്. അതാണ് പരസ്യത്തിന് വേണ്ടി എടുത്തു കളഞ്ഞത്. ഇപ്പൊ ന്യായീകരിച്ചു, പിന്നെ തിരുത്തി. ആരെയാണ് ഇവർ വഞ്ചിക്കുന്നത്? ആരെയാണ് ഇവർ വഞ്ചിക്കുന്നത്? 14-15 വയസ്സിലാണ് അക്ബർ എന്നവൻ രാജാവായതോ ചക്രവർത്തിയായതോ ഇന്ത്യയിൽ. ചരിത്രമായിരിക്കൂ. അന്ന് ഡൽഹിയുടെ ചുറ്റുമുള്ള ഏതാനും ഗ്രാമങ്ങളെ അക്ബർ ചക്രവർത്തിയുടെ കീഴിൽ ഉണ്ടായിരുന്നല്ലോ. അക്ബറിന്റെ ഭരണകാലത്തിലാണ് അഫ്ഗാനിസ്ഥാൻ മുതൽ ബംഗാൾ വരെയും ഈ തെക്ക് ഗോദാവരി വരെയും ഭാരത സാമ്രാജ്യത്തെ വികസിപ്പിച്ചത് അക്ബറാണ്. അല്ലാതെ മോഹൻ ഭഗത്തോ RSSോ ചരിത്രത്തിന്റെ അരങ്ങിൽ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ട ഈ ശിഥിലീകരണ ശക്തികളല്ല ഭാരത സാമ്രാജ്യം ഉണ്ടാക്കിയത്. അത് മഹാനായ അക്ബർ. ഈ ഭാരതത്തിൽ പ്രബലമായ മതമായിരുന്നു ബുദ്ധമതം. അശോക ചക്രവർത്തിയാണ് ആ ബുദ്ധമതം രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കാൻ ചെങ്കോലും കിരീടവും ഉപേക്ഷിച്ചത്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ചക്രവർത്തിയെ കുറിച്ച് പ്രകീർത്തിച്ചത്. Those who reigned in India, name of Ashoka shines like a star എന്ന് ഫാക്കിയൻ എഴുതി. അതിനുമുമ്പ് ഹിന്ദുമതമില്ല, ഒരു മതമുണ്ടായിരുന്നു, വൈദിക മതം, ബ്രാഹ്മണ മതം, പുരോഹിത മതം. ആ അറിവ് അവരടക്കി വെച്ചു. അത് ജന്മം കൊണ്ട് ഹിന്ദുവായ ഒരുത്തരും കൊടുത്തില്ല. അറിവ് ബുദ്ധത്തിന് കൊടുത്തു, ജർമ്മൻകാരൻ സാഹിബിന് കൊടുത്തു. സാഹിബിനെ കണ്ടാൽ കവാത്ത് മറക്കുന്ന മതന്മാരുടെ ചരിത്രത്തിലേക്ക് വേദങ്ങളെ തിരികെറ്റിയ ഈ ഭാരതത്തിന് പുരോഹിത വർഗമാണ് രാജ്യത്തിന്റെ ശത്രു എന്ന് എന്നാണ് BJPക്ക് തിരിച്ചറിയുക? അന്നേ BJP നന്നാവും. BJP നന്നാവില്ല അല്ലെങ്കിൽ. അതുകൊണ്ട് പത്രദ്വാര മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഇതിന്റെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കരുത്.
കൾച്ചറൽ ഫോറം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ആ പുതിയ സംസ്കാരത്തിലേക്കാണ് വെൽഫെയർ പാർട്ടി ആബാലവൃദ്ധം ജനങ്ങളെ ആ സേതുഹിമാചലം നടത്താൻ തീരുമാനിച്ചത്. ആ യാത്രയിൽ നിങ്ങളുടെ ശക്തി വേണം, നിങ്ങളുടെ ബുദ്ധി വേണം, നിങ്ങളുടെ സമ്പത്ത് വേണം. അതൊക്കെ തന്നാലാവുന്നത്, കഴിയുന്നത്. കുടുംബത്തെ മറന്നുകൊണ്ടും കുടുംബത്തെ വലിയാധാരമാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ത്യാഗസുരഭിലമായ അതൊരു പൊള്ളയായ അർത്ഥമില്ലാത്ത പാഞ്ചാലി പറഞ്ഞ ജീവിച്ചു കഴിഞ്ഞ പുറന്തോടായൊരു വാക്കാണ് ത്യാഗസുരഭിലം. കുടുംബം കുത്തുപാടെടുത്തിട്ട് എന്ത് ത്യാഗം? എന്ത് ത്യാഗമാണ്? കുടുംബം കുത്തുപാടെടുത്തിട്ട് എത്രയോ ആൾക്കാർ. ഞാനിപ്പോൾ പാലക്കാട് ചെയ്യുന്ന ജോലി അഭിശപ്തരായ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട് കയറി സഞ്ചരിക്കലാണ്, കാണുകയാണ്. ദയനീയമാണ് പലരുടെയും കഥ. പഠിച്ചിട്ടില്ല, 10ാം തരം വരെ പഠിച്ചു, ഒരു മിൽക്ക് സൊസൈറ്റിയിൽ ജോലി. പത്രം വായിച്ചപ്പോൾ 2 ട്രെയിൻ കൂട്ടിയിടിച്ച ആൾക്കാർ മരിച്ചു. ദുഃഖം തോന്നി അവന്. നോക്കോ മനസ്സിൻ്റെ യാത്ര. അറിവ് വേണോ സ്നേഹിക്കാൻ? ജാതിയും മതവും തടസ്സമാണോ സ്നേഹിക്കാൻ? അല്ല. അട്ടപ്പാടി ചുരങ്ങൾ ഇറങ്ങിയവൻ സഹദേവൻ മാങ്കുറിശ്ശിയിൽ. ഈ ഒരേ ട്രാക്കിൽ തീവണ്ടി കയറി ഇടിച്ച് മരിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്താണ് മാർഗമെന്ന് 10ാം തരംകാരായ ഒരു എഞ്ചിനീയറിംഗിന്റെയും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സഹദേവൻ ആലോചിച്ചു. സഹദേവൻ അതിൻ്റെ ഒരു ഡിവൈസ് കണ്ടെത്തിയ ഡിവൈസിന്റെ കഥ, ചരിത്രം, ഹിസ്റ്ററി, ഡാറ്റ, തിയറി ഡിവിഷണൽ എഞ്ചിനീയർക്ക് അയച്ചു കൊടുത്തു. എഞ്ചിനീയർ സഹദേവനെ വിളിച്ചു. സഹദേവൻ പറഞ്ഞു, എനിക്ക് കത്ത് തരുന്ന ഞാൻ വരാം. കത്ത് കൊടുത്തു. ഭീഷണിപ്പെടുത്തി സഹദേവൻ രാഷ്ട്രീയമില്ലായിരുന്നു. ഇപ്പൊ രാഷ്ട്രീയമില്ല എന്നത് കേമത്തം പോലെ കരുതരുതായിരുന്നു. രാഷ്ട്രീയം വേണം. ചിലത് ചോദിക്കാൻ. അരമണിക്കൂർ തന്നെ നിർത്തിയ പ്രോഗ്രാമിൽ ഇന്നലെ വയസ്സിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയത് നോക്കും, എൻ്റെ മുഖം നോക്കും. സംശയം. ഇവിടുത്തെ എന്താണ് പ്രത്യേക ഒരു അറബ് ഭാഷയില്ലേ ഉള്ള ആൾക്കാരൊക്കെ, അവരെയൊക്കെ വിളിച്ചു കൂട്ടി. ഞാൻ ചോദിച്ചു, വാട്ട് യു വാണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഒന്നുകൂടെ ശബ്ദം ഉയർത്തി, വാട്ട് യു വാണ്ട്, ടെൽ മീ വാട്ട് ഈസ് ദ പ്രോബ്ലം. അപ്പൊ നെക്സ്റ്റ് ആയി അടുത്ത ആൾ വരാം. എന്നോട് പൊക്കോളാൻ പറഞ്ഞില്ല, അടുത്ത ആളോട് വന്നോളാം. അപ്പൊ ഞാൻ പോകാന്നല്ലേ എൻ്റെ അടുത്ത. അപ്പൊ നിങ്ങൾക്കൊരു ഡയലോഗില്ല. ഉദ്യോഗസ്ഥനായാലും സാധാരണക്കാരായാലും മനുഷ്യരോട് സംസാരിക്കുന്നത് ഒരു സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് ഞാൻ പോകുന്നതും നിങ്ങൾ പോകുന്നതും വെൽഫെയർ പാർട്ടി പോകുന്നതും. ആ ബോധമാണ്, ആ തന്റേടമാണ്, ആ സ്നേഹത്തിന്റെ പ്രവാഹമാണ്. അതൊരു ശക്തിയാണ്. ആ ശക്തി പുരാണങ്ങളിൽ പറയുന്ന പോലെ എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, ചെന്ന് തറയ്ക്കുമ്പോൾ 10,000 ആഗ്നേയാസ്ത്രങ്ങളായി ദുഷ്ടന്മാരായ, നീചന്മാരായ, ജനാധിപത്യ വിരോധികളായ, ഫാസിസ്റ്റുകളായ ചരിത്രത്തിന്റെ അരങ്ങിൽ തൂത്തുമാറ്റപ്പെടേണ്ടവർക്കെതിരെ പതിക്കണം. അങ്ങനെയേ നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടൂ. ആ ജനാധിപത്യം സംരക്ഷിച്ചാലേ നമ്മുടെ മതനിരപേക്ഷത നിലനിൽക്കും. ആ മതനിരപേക്ഷത എന്നത് മനസ്സിലെ 7 നിറങ്ങളാണ്, ആ ഭാവനകളാണ്. ആ ഭാവനയിലൂടെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ഡിവൈസ് കണ്ടെത്തിയ സഹദേവൻ ആഗ്രഹിച്ചത്, മോഹിച്ചത് ഒരു പിയൂണിന്റെ ജോലിയാണ്. ഇന്ന് അതുപോലുമില്ല. അവസാനം വെൽഫെയർ പാർട്ടി ഏറ്റെടുത്തു. ഈ ബാധ്യത ഏറ്റെടുക്കുക, ബാധ്യത മുഴുവൻ വെൽഫെയർ പാർട്ടിക്ക്, സാധ്യത മുഴുവൻ കാശ് പിരിക്കുന്നവർക്ക്. അതാണ് ത്യാഗം എന്ന് പറഞ്ഞത്. അവരുടെ പിരിവാണ്. വിജയനും കുരുക്കമില്ലല്ലോ, അച്യുതാനന്ദനും കുരുക്കമില്ല. ഒരു പൊറാട്ട് നാടകം പോലെ പത്രങ്ങൾ അടിക്കുന്നു, എല്ലാവരും വായി സന്തോഷിക്കുന്നു. നമ്മൾക്കതിൽ എന്താണ് സന്തോഷിക്കാനുള്ളത്? കേരളം എങ്ങോട്ട്, ഭാരതം എങ്ങോട്ട്, ഭാരതീയരെങ്ങോട്ട്, കേരളീയരെങ്ങോട്ട്, അവരിൽ ഇവരുടെ സംഭാവന എന്ത്? അങ്ങനെയല്ലേ ചിന്തിക്കണം. നമ്മൾ എന്ത് ചോദിക്കണം, നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എന്ത് ധരിക്കണം, നമ്മൾ എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് അംബാനിയും അദാനിയും കൂടി നടത്തുന്ന ചാനലുകളല്ല. 12 ലക്ഷം പേർക്ക് കേരളത്തിൽ വീടില്ല. 2700 കോടി രൂപ, 600 മുറി, 600 സെർവന്റ്, 600 കക്കൂസ്, 3 ഹെലിപാഡ്, 6 ലിഫ്റ്റ്. ഇതൊരുത്തന്റെ വീടാണ്. അംബാനിയുടെ വീടാണ്. ഞാൻ പലപ്പോഴും ഒറ്റയ്ക്ക് ചിന്തിച്ചു, 600 കക്കൂസോ? അംബാനിയുടെ കെട്ടിയോടും 2 പിള്ളേര്. എത്ര യോഗ്യതയുണ്ടെങ്കിലും ഒരാൾ ഒരു നേരം ഒരു കക്കൂസല്ലേ പോകാൻ പറ്റും? ഈ യുക്തിബോധം പോലും ഇല്ലാത്തവനാണ് അംബാനി. ഈ ലോകം മുഴുവൻ ഈ പറ്റിക്കുക, ജനങ്ങളെ പറ്റിക്കുക എന്നത് ഒരു കലാപനമാക്കി മാറ്റിയവനാണ് ഈ അംബാനി. ഞാൻ ഡൽഹിയിലിരിക്കുമ്പോൾ ഈ അംബാനിയുടെ അപ്പൻ അംബാനി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 3 കൊല്ലം ഡൽഹിയിൽ, കാരോൾ ബാഗ്, ന്യൂഡൽഹി 5
85899635 നമ്പർ എഴുതിയെടുത്തോളൂ. ഫോണാണ്. 35-40 കൊല്ലം ജോലി ചെയ്തതാണ്. അവിടെ ഒരു പെട്രോൾ ബങ്ക് ഉണ്ട്. പ്രമാണിമാരായവരൊക്കെ പെട്രോൾ അടിക്കാൻ വരും. അപ്പോൾ ഒരു മഞ്ഞ ടവലും പിടിച്ച് ഒരാൾ നിൽക്കും. അപ്പോൾ ഗ്ലാസ് തുടയ്ക്കും. ചില വിൻസ്ക്രീൻ നീക്കിയിട്ട് 5-10 രൂപ കൊടുക്കും. അങ്ങനെ കാറ് തുടച്ച് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നു, വിളിച്ചു. എന്താ പേര്? അംബാനി. നീ എൻ്റെ വീട്ടിലേക്ക് വാ. എന്നെ അറിയോ ചോദിച്ചു. അറിയില്ല പറഞ്ഞു. ഞാനാണ് സഞ്ജയ് ഗാന്ധി, വീട്ടിലേക്ക് വാ. അങ്ങനെ സഞ്ജയ് ഗാന്ധി കൊടുത്ത ലെറ്റർ ഓഫ് ഇന്ത്യൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇറക്കുമതി ചെയ്യാനുള്ള ഉത്തരവാദിത്വം കിട്ടുക. അന്ന് പറ്റിച്ചു. ഈ കൊച്ചിയിലെ വീട്ടിൽ, കൊച്ചി അല്ല ഇവിടെയാണല്ലോ, കൊച്ചി അവിടെയല്ലോ, കൊച്ചിയിൽ ഹോട്ടലിൽ റൂം എടുത്തിട്ട് വാടക കൊടുത്തില്ല അംബാനി. ഇപ്പോഴും ഈ അപ്പൻ അംബാനി. അന്ന് തുടങ്ങിയാലാ പറ്റിക്കല്. ഒരു ധിക്കാരമല്ലേ? 2700 കോടി രൂപ ചെലവഴിച്ചിട്ട് വീട് കിട്ടി ഇന്ത്യയിൽ. ആരുടെ കാശാണ്? ധിക്കാൻ. അയാൾ ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കുക. ഞാൻ 30 കൊല്ലമായി സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. പലപ്പോഴും ആലോചിക്കും ഭാര്യയ്ക്കൊരു സമ്മാനം വാങ്ങിക്കൊടുക്കുക. ഇന്നലെ ഈ ശ്രീജിയും പിന്നെ നമ്മുടെ റസാഖും കൂടെ ആരുടെ വിവാഹ വാർഷികത്തിന് ട്രീറ്റ് വാങ്ങി. ഞാൻ റഫിയുടെ ഞാൻ പറഞ്ഞു, ഇവരേക്കാൾ സീനിയറായ നേതാവ് ഞാനാണ്, എനിക്ക് തരുന്നത്. അപ്പൊ ഷീജ പറയുക, ഞങ്ങൾ ഇന്നലെ സീനിയറായിരുന്നു. ഓക്കെ, തിരിച്ച് ഇത്തരം വാദങ്ങളെ കൊണ്ടുവരുന്നത് എവിടുന്നാ? ഈ അംബാനിയാ. അപ്പൊ ഈ പൊളിറ്റിക്സിനെ നേരെ ചൊവ്വേ നിങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ മനസ്സിലാക്കണം. അതിൽ കൾച്ചറൽ ഫോറം ഉയർത്തിപ്പിടിക്കുന്ന പരിപാടി വെൽഫെയർ പാർട്ടിയുടെ ദർശനമാണിത്. ആ ദർശനത്തെ സമ്പുഷ്ടമാക്കാൻ നിങ്ങളുടെ ഏവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക്